ഹലോ ഓൾ. നമ്മൾ ഊപ്പിൻ്റെ തേർഡ് മൊഡ്യൂളായിരുന്നു പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നത്. തേർഡ് മൊഡ്യൂളിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്? ഓപ്പറേറ്റർ ഓവർലോഡിങ് ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. ഓപ്പറേറ്റർ ഓവർലോഡിങ് ചെയ്യാനായിട്ട് നമ്മൾ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിരുന്നത്? ഒരു ഓപ്പറേറ്റർ ഫംഗ്ഷൻ വെച്ചിട്ടാണ് ഓപ്പറേറ്റർ ഓവർലോഡിങ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓപ്പറേറ്റർ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലാണ് ചെയ്യാൻ പറ്റുക. മെമ്പർ ഫംഗ്ഷനും ഫ്രണ്ട് ഫംഗ്ഷനും എന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് സിൻടാക്സ് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചെറിയൊരു എക്സാമ്പിൾ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഫോമാറ്റ് നമ്മൾ കാണിച്ചു തന്നു അല്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? റൂൾസ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ലിമിറ്റേഷൻസും അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുക. ഇതിൽ ഈ ഒരു വീഡിയോയിൽ അധികം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമില്ല. ഓൾറെഡി ഞാൻ കഴിഞ്ഞതിൽ പറഞ്ഞതിന് ഒന്നും കൂടി പറയാന്നേ ഉള്ളൂ. ഓക്കെ, സെയിം സാധനം ഒന്ന് എലാബറേറ്റ് ചെയ്ത് പറയുന്നു. അപ്പോൾ നിങ്ങൾ എക്സാമിന് എഴുതുന്ന സമയത്ത് ആ 2 ലൈൻ മാത്രം എഴുതിയാൽ മതിയാവില്ലല്ലോ. നമ്മൾ എന്താണ് ഓപ്പറേറ്റർ ഓവർലോഡിങ് 2 രീതിയിൽ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു 2 ലൈൻ മാത്രം എഴുതിയിട്ട് കാര്യമില്ല. അതിനുള്ള കുറച്ചും കൂടി കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്ത് വരുന്നുണ്ട്. ഫസ്റ്റ് വൺ ഇതാണ്, ഓവർലോഡഡ് ഓപ്പറേറ്റേഴ്സ് ആസ് ക്ലാസ് മെമ്പേഴ്സ്. നമ്മൾ പറഞ്ഞു 2 രീതിയിലാണ് നമുക്ക് ഓവർലോഡ് ചെയ്യാൻ പറ്റുക, മെമ്പർ ഫംഗ്ഷനായിട്ടും ഫ്രണ്ട് ഫംഗ്ഷനായിട്ടും. മെമ്പർ ഫംഗ്ഷൻ്റെ രീതിയാണ് നമ്മൾ ആദ്യം പറയുന്നത്. ഓപ്പറേറ്റർ ഓവർലോഡിങ് മെമ്പർ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഓപ്പറേറ്റർ ഓവർലോഡ് ചെയ്യുന്നത്, അതന്നെയാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഓവർലോഡഡ് ഓപ്പറേറ്റേഴ്സ് ആസ് ക്ലാസ് മെമ്പേഴ്സ്. ക്ലാസ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് മെമ്പർ ഫംഗ്ഷൻസ് തന്നെയാണ്. നമ്മളെങ്ങനെയാണ് അതിൻ്റെ സിൻടാക്സ് പറഞ്ഞിട്ടൊന്നുമില്ലായിരുന്നോ? എങ്ങനെയാണ് ഓപ്പറേറ്റർ ഓവർലോഡിങ് മെമ്പർ ഫംഗ്ഷൻ വെച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഈ മെമ്പർ ഫംഗ്ഷൻ വെച്ച് ചെയ്യുമ്പം നമ്മൾ യൂണറി ഓപ്പറേറ്റേഴ്സ് ആണെങ്കിൽ എത്ര പാരാമീറ്റേഴ്സ് പാസ് ചെയ്യും, അതുപോലെ ബൈനറി ഓപ്പറേറ്റേഴ്സ് ആണെങ്കിൽ എത്ര പാരാമീറ്റേഴ്സ് പാസ് ചെയ്യും, അതെന്തുകൊണ്ട് ഫ്രണ്ട് ഫംഗ്ഷനിലും മറ്റേ മെമ്പർ ഫംഗ്ഷനിലും വ്യത്യാസം വരുന്നത് പാരാമീറ്റർ പാസിങ്ങിൻ്റെ എണ്ണത്തിൽ എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റായിട്ട് എന്താണെന്നുള്ളത് ഒന്നും കൂടി നോക്കണം കേട്ടോ. പിന്നെ അതുപോലെ എങ്ങനെയാണ് അതിൻ്റെ സിൻടാക്സും ഞാൻ പറഞ്ഞു തന്നിട്ടില്ലായിരുന്നു. മെമ്പർ ഫംഗ്ഷൻ നോർമലി എങ്ങനെയാണ് മെമ്പർ ഫംഗ്ഷൻ്റെ സിൻടാക്സ് എന്ന് പറയുമ്പോൾ റിട്ടേൺ ടൈപ്പ് ഉണ്ടാവും, അതിൻ്റെ ഒരു സ്പേസ്, പിന്നെ ഒരു ക്ലാസ് നെയിം ഉണ്ടാവും, സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ ഉണ്ടാവും, ഓപ്പറേറ്റർ എന്നൊരു പേരുണ്ടാവും, അതുപോലെ ഏത് ഓപ്പറേറ്ററാണ് നമ്മൾ കൊടുക്കുന്നത് അതിൻ്റെ സിമ്പിൾ കൊടുക്കുക, പിന്നെ ബ്രാക്കറ്റിൽ പാരാമീറ്റേഴ്സും പാസ് ചെയ്യണം. ഇങ്ങനെയല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിൽ നമ്മൾ സെയിം കാര്യങ്ങൾ തന്നെയാണ് ഒന്നുകൂടെ പറയുന്നത്. വി ക്യാൻ ഓവർലോഡ് ഓപ്പറേറ്റേഴ്സ് യൂസിങ് ക്ലാസ് മെമ്പേഴ്സ്. അതാണ് ഇപ്പോൾ പറഞ്ഞത്, ദാറ്റ് ഇസ് മെമ്പർ ഫങ്ഷൻസ്. നമുക്ക് ഓപ്പറേറ്ററിനെ മെമ്പർ ഫങ്ഷൻസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഓവർലോഡ് ചെയ്യാൻ പറ്റും. While overloading operators, the member function receives one parameter for unary operators. യൂണറി ഓപ്പറേറ്റേഴ്സ് ആണെങ്കിൽ മെമ്പർ ഫംഗ്ഷൻ വെച്ച് ചെയ്യുമ്പം ഒരു പാരാമീറ്ററാണ് എന്ത് ചെയ്യുക? പാസ് ചെയ്യുക. നോ പാരാമീറ്റേഴ്സ് വിൽ ബി പാസ്ഡ്. പാരാമീറ്റേഴ്സ് ഒന്നും ഉണ്ടാവില്ല. ബൈനറി ഓപ്പറേറ്റേഴ്സിനാണ് ഒരു പാരാമീറ്റർ പാസ് ചെയ്യുക. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. യൂണറി ഓപ്പറേറ്ററിലും ബൈനറി ഓപ്പറേറ്ററിലും അതെന്തുകൊണ്ടാണ് അങ്ങനെ യൂണറിയിൽ ഒന്നും പാസ് ചെയ്യാത്തത്, അതുപോലെ ബൈനറിയിൽ എന്തുകൊണ്ടാണ് ഒന്ന് പാസ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ല. യൂണറി ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഓപ്പറേറ്റേഴ്സാ? പ്ലസ് ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ, ഡിക്രിമെൻ്റ് ഓപ്പറേറ്റർ. അപ്പോൾ ഇതിൽ ഒറ്റ ഓപ്പറേൻ്റേ ഉണ്ടാവുള്ളൂ അല്ലേ. ഒരു ഓപ്പറേൻ്റിൽ റിസൾട്ട് അതിലേക്ക് തന്നെ സ്റ്റോർ ചെയ്യുന്നു. അപ്പം A++ ആണെങ്കിൽ A ഇൻക്രിമെൻ്റ് ചെയ്യുന്നു, അത്രയല്ലേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യണ്ട? ഒരു പാരാമീറ്റേഴ്സ് ഒന്നും പാസ് ചെയ്യേണ്ടി വരില്ല. പക്ഷേ ബൈനറി ഓപ്പറേറ്റർ ആണെങ്കിൽ എന്താ? 2 ഓപ്പറാൻഡ് വരുന്നുണ്ട്. അപ്പം നമുക്ക് എന്ത് വേണം? ഒരു ഓപ്പറാൻഡിൻ്റെയും കൂടെ ആവശ്യമുണ്ട് അതിലേക്ക് റിസൾട്ട് സ്റ്റോർ ചെയ്യാനായിട്ട്. വെൻ ഓവർലോഡിങ് ബൈനറി ഓപ്പറേറ്റേഴ്സ് യൂസിങ് മെമ്പർ ഫങ്ഷൻസ്. ഇതൊരു പറയാത്ത പോയിൻ്റാണ്, ഇത് നോട്ട് ചെയ്യണം. ഓക്കെ, വെൻ ഓവർലോഡിങ് ബൈനറി ഓപ്പറേറ്റേഴ്സ് യൂസിങ് മെമ്പർ ഫങ്ഷൻസ് ദ ലെഫ്റ്റ് ഹാൻഡ് ഓപ്പറാൻഡ് മസ്റ്റ് ബി ആൻ ഒബ്ജക്റ്റ്. അപ്പം ഓവർലോഡ് ചെയ്യുന്ന സമയത്ത് അതും ഏത് ഓപ്പറേറ്റർ? ബൈനറി ഓപ്പറേറ്റർ ഓവർലോഡ് ചെയ്യുന്ന സമയത്ത് മെമ്പർ ഫംഗ്ഷൻ വെച്ചിട്ട് ഓവർലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒബ്ജക്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ഇല്ലേ, അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡിലുള്ള ഓപ്പറാൻഡ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആയിരിക്കണം. ഓപ്പറേറ്ററിൻ്റെ ലെഫ്റ്റ് ഹാൻഡിൽ വരുന്നത് ഒബ്ജക്റ്റ് ആയിരിക്കണം. അത് റൂളാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. കോംപ്ലക്സ് C2 എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അതുപോലെ കോംപ്ലക്സ് C3 = 2 + C2. അപ്പോൾ പ്ലസിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താ? പ്ലസ്സാണ് നമ്മൾ ഓപ്പറേറ്റർ. അതിന് ലെഫ്റ്റിൽ എന്താ വരുന്നത്? എറോ മാർക്ക് മാറിയിട്ടുണ്ട് കേട്ടോ, അലൈൻമെൻറ്റ് മാറിയിട്ടുണ്ട്. ഓക്കെ, അത് നോട്ട് ചെയ്യേ.
കോംപ്ലക്സ് C3 = 2 + C2 എന്ന് പറയുമ്പം പ്ലസിൻ്റെ ലെഫ്റ്റ് ഹാൻഡിൽ എന്താ വരുന്നത് 2 ആണ്. സോ അതെന്താണ് റോങ് ആണ്. അതാണ് അതിലേക്കാണ് കേട്ടോ പോകേണ്ടത് ആ എറോ. കോംപ്ലക്സ് C3 = 2 + C2ലേക്കാണ് ആ എറോ പോകുന്നത്. റോങ്. ദ ലെഫ്റ്റ് ഹാൻഡ് ഓപ്പറാൻഡ് ഓഫ് ഓപ്പറേറ്റർ പ്ലസ് ഇസ് 2. ഇറ്റ് ഈസ് നോട്ട് ആൻ ഒബ്ജക്റ്റ്. അപ്പം നെക്സ്റ്റ് വൺ നോക്കാം. കോംപ്ലക്സ് C3 = C1 + C2. അപ്പം പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേറ്ററിൻ്റെ ലെഫ്റ്റ് ഹാൻഡിൽ വരുന്നത് എന്താണ്? ഒരു ഒബ്ജക്റ്റാണ്. സോ അതുകൊണ്ട് അതെന്താണ് കറക്റ്റാണ്. അപ്പം ആ എറോ നിങ്ങൾ ഇടുമ്പോൾ കറക്റ്റായിട്ട് ഇടുക കേട്ടോ. എന്താണ് അലൈൻമെൻറ്റ് തെറ്റിയത് പറഞ്ഞാൽ എൻ്റെ അടുത്തുനിന്ന്. സോ ഇത് കറക്റ്റായിട്ട് ഇടുക. ഈ റൂൾ അറിയാലോ, നമ്മൾ ഓപ്പറേറ്ററിൻ്റെ ലെഫ്റ്റ് ഹാൻഡിൽ വരുന്നത് എപ്പോഴും ഒരു ഒബ്ജക്റ്റ് ആയിരിക്കണം. സോ സിൻടാക്സ് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. റിട്ടേൺ ടൈപ്പ് ഉണ്ടാകും, ക്ലാസ് നെയിം, സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ, ഏത് ഓപ്പറേറ്റർ എന്ന് പറയുന്ന ഒരു കീവേഡ്, പിന്നെ ഏത് ഓപ്പറേറ്ററാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അത് കഴിഞ്ഞിട്ട് പാരാമീറ്റർ, അങ്ങനെ ഫങ്ഷൻ്റെ ബോഡി. സിൻടാക്സ് എന്തായാലും ഓർമ്മ ഉണ്ടാവുമല്ലോ. ഇനി യൂണറി ഓപ്പറേറ്റർ വെച്ചിട്ട് എങ്ങനെയാണ് ഓവർലോഡ് ചെയ്യുന്നത് ഫസ്റ്റിൻ്റെ എക്സാമ്പിളാണ് പറയുന്നത്. അപ്പം നിങ്ങളിത് കാണുമ്പം ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. പേടിക്കേണ്ട. ഇതും മെമ്പർ ഫംഗ്ഷൻ വെച്ചിട്ടുള്ളതും ഫ്രണ്ട് ഫംഗ്ഷൻ വെച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞതിന് ശേഷം അടുത്ത ക്ലാസ് തൊട്ട് ഇതിൻ്റെ പ്രോഗ്രാം പറയും. ഓരോ പ്രോഗ്രാം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ. അപ്പം ഇത് ചിലപ്പം ഇങ്ങനെ ചെറിയ എക്സാമ്പിൾ ആകുമ്പോൾ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ശരിക്കുള്ള പ്രോഗ്രാമായിട്ട് തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. സോ അപ്പം നല്ല ക്ലിയർ ആയിക്കോളും. ഓക്കെ. സോ യൂണറി ഓപ്പറേറ്റർ വെച്ചിട്ടാണ് എങ്ങനെയാണ് നമ്മൾ ചെയ്യാമെന്നാണ് പറയുന്നത് മെമ്പർ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട്. അപ്പം കോംപ്ലക്സ് എന്ന് പറയുന്ന ക്ലാസ്, ഇൻഡ് റിയൽ, ഇമാജിനറി, പബ്ലിക്, ഇതൊക്കെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ അതിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഈ പോർഷനൊക്കെ നമുക്ക് ഓൾറെഡി അറിയാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. വോയിഡ് ഓപ്പറേറ്റർ ++ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു അവിടെ ഇനീഷ്യലൈസ് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് വോയിഡ് കോംപ്ലക്സ് ഓപ്പറേറ്റർ ++ എന്ന് പറഞ്ഞിട്ട് പാരാന്തസിസ്. ഇതാണ് നമ്മളെ സിൻടാക്സ് അല്ലേ. അത് കഴിഞ്ഞിട്ട് മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ എന്താണ് കോംപ്ലക്സ് C1 എന്ന് പറഞ്ഞിട്ടൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി എന്താ ++C1 എന്ന് പറഞ്ഞിട്ടാണ് കോൾ ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമുക്ക് കോൾ ചെയ്യാം. അല്ലാതെ C1.operator ++ എന്ന് പറഞ്ഞിട്ടും കോൾ ചെയ്യാം. നമ്മളിത് ഇങ്ങനെയാണ് ഷോർട്ടായിട്ട് കോൾ ചെയ്യുന്നത്. ഇതെന്ന് പറയുമ്പം ++ എന്ന് പറയുന്ന ആ ഫംഗ്ഷൻ ഇല്ലേ, കോംപ്ലക്സിൽ വരുന്ന ++ എന്ന ഫംഗ്ഷനെ ഇൻവോക്ക് ചെയ്യാണ് ചെയ്യാം. ദിസ് ഇസ് ഇക്വാലന്റ് ടു C1.operator ++. ഓക്കെ. ഇവിടെ യൂണറി ഓപ്പറേറ്ററാണ്. അതുകൊണ്ട് എന്താണ് പാരാമീറ്റേഴ്സ് ഒന്നും നമുക്ക് പാസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഓക്കെ. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ജസ്റ്റ് നിങ്ങളിത് ഇങ്ങനെ തന്നെ എഴുതണം കേട്ടോ. ഒന്നും കൂടെ തന്നെ എഴുതണം. ഓൾറെഡി എഴുതിയതാണെന്ന് വെച്ചിട്ട് എഴുതാതെ നിൽക്കരുത്. അതിൻ്റെ കൂടെ എക്സ്ട്രാ അതൊക്കെ നമ്മൾ ആദ്യം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ മെയിൻ ഫംഗ്ഷനും ഇങ്ങനെ ഇതെന്നാണെന്നും നമ്മൾ എഴുതിയില്ലല്ലോ. ജസ്റ്റ് ചെറിയൊരു പോർഷനിൽ എഴുതിയുള്ളൂ. സോ അടുത്തത് ബൈനറി ഓപ്പറേറ്റർ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യാമെന്നാണ് അടുത്തത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ബൈനറി ഓപ്പറേറ്റർ ആണെങ്കിൽ എങ്ങനെയാണ് മെമ്പർ ഫംഗ്ഷൻ വെച്ചിട്ട് എത്ര പാരാമീറ്റേഴ്സാണ് പാസ് ചെയ്യുക? ഒരു പാരാമീറ്റർ പാസ് ചെയ്യും അല്ലേ. 2 ഓപ്പറാൻഡ് ഇല്ല. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്തിലേക്ക് സ്റ്റോർ ചെയ്യണ്ടേ? അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്തായാലും പാസ് ചെയ്യണം ഒരു പാരാമീറ്റർ. സോ അതും സെയിം. നിങ്ങൾക്ക് എങ്ങനെയാണ് അതിൻ്റെ ഇതറിയില്ലേ, സിൻടാക്സ്. സോ ഇതൊക്കെ നമ്മൾ ഓൾറെഡി സെയിം നോക്കിയിട്ടുള്ള കാര്യമാണ്. മെയിൻ ഫംഗ്ഷനിലേക്ക് നോക്കാം. മെയിൻ ഫംഗ്ഷനിൽ നമ്മൾ കോംപ്ലക്സ് C1, C2 എന്ന് പറഞ്ഞു കൊടുത്തു. ഇവിടെ ശ്രദ്ധിച്ചാൽ മതി, കോംപ്ലക്സ് C3 = C1 + C2 കൊടുത്തില്ലേ. അപ്പം പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേറ്ററിൻ്റെ ലെഫ്റ്റ് ഹാൻഡിൽ എന്താ വരുന്നത്? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താ ഉള്ളത്? ഒരു ഒബ്ജക്റ്റ് ആണുള്ളത്. സോ അത് കുഴപ്പമില്ല. ഇൻവോക്സ് ഓപ്പറേറ്റർ പ്ലസ് ഫംഗ്ഷൻ. അപ്പം ഇതെന്താ ഇങ്ങനെ കൊടുക്കുന്ന എന്തിന് ഇക്വാലൻ്റ്? C3 = C1.operator + C2. ഇങ്ങനെയും നമുക്ക് കോൾ ചെയ്യാം. ഓക്കെ. ഇങ്ങനത്തെ 2 രീതിയിൽ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ അവിടെ ഒബ്ജക്റ്റിനെ കോൾ ചെയ്യാം. അല്ലെങ്കിൽ ബൈനറി ഓപ്പറേറ്റർ വെച്ചിട്ടുള്ള മെമ്പർ ഫംഗ്ഷൻ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പം ക്ലിയർ അല്ലേ? ഇത് നിങ്ങൾക്ക് പേടിക്കുക വേണ്ട. നിങ്ങൾക്ക് ഇപ്പോൾ ക്ലിയർ ആയില്ലെങ്കിൽ നമ്മൾ പ്രോഗ്രാം ഓരോന്നിൻ്റെതും ചെയ്യും. ഓക്കെ. യൂണറി ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടുള്ള മെമ്പർ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് യൂണറി ഓപ്പറേറ്ററും അതുപോലെ ബൈനറി ഓപ്പറേറ്ററും എക്സാമ്പിളായി ചെയ്യും. ഫ്രണ്ട് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടും യൂണറി ഓപ്പറേറ്ററും ചെയ്യും, ബൈനറി ഓപ്പറേറ്ററും ചെയ്യും. അപ്പം ക്ലിയർ ആവും. ഓക്കെ. അപ്പം പ്രോഗ്രാം ചെയ്യുമ്പോൾ എന്തായാലും മനസ്സിലാവും. ഇതിപ്പോൾ ചെറിയ ചെറിയ പ്രോഗ്രാമായിട്ട് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓരോ ലൈനായിട്ട് നമ്മൾ പ്രോഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യുമ്പം ക്ലിയർ ആവും. നെക്സ്റ്റ് ഇപ്പം നമ്മൾ മെമ്പർ ഫംഗ്ഷൻ വെച്ചിട്ടുള്ളത് പറഞ്ഞു. ഇനി ഫ്രണ്ട് ഫംഗ്ഷൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില ഓപ്പറേറ്റേഴ്സ് ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഫ്രണ്ട് ഫംഗ്ഷൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ എന്തൊക്കെയോ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഫ്രണ്ട് ഫംഗ്ഷനെ വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഫ്രണ്ട് ഫംഗ്ഷന് യൂണറി ഓപ്പറേറ്റേഴ്സും ബൈനറി ഓപ്പറേറ്റേഴ്സും വെച്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് എത്ര പാരാമീറ്റേഴ്സ് പാസ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾറെഡി
ഫ്രണ്ട് ഫംഗ്ഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് ഒരു ഫ്രണ്ട് ഫംഗ്ഷൻ എന്നുള്ളത് പഠിച്ചിട്ടുള്ളതാണ്. അതുപോലെ ഫ്രണ്ട് ഫംഗ്ഷൻ്റെ സിൻടാക്സ് എങ്ങനെയാണ്, അതിലെങ്ങനെയാണ് നമ്മൾ ഒബ്ജക്റ്റിനെ കോൾ ചെയ്യുക, എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാണ് നമ്മൾ ഫ്രണ്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്? നമുക്ക് ഏതെങ്കിലും ഒരു ക്ലാസ്സിലത്തെ പ്രൈവറ്റ് മെമ്പേഴ്സിനൊക്കെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രണ്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്, അല്ലേ? ഫ്രണ്ട് ഫംഗ്ഷൻ ഇസ് എൻ നോൺ മെമ്പർ ഫംഗ്ഷൻ, ബട്ട് ഇറ്റ് ക്യാൻ ആക്സസ് ദ പ്രൈവറ്റ് മെമ്പേഴ്സ് ഓഫ് ദ ക്ലാസ് ടു വിച്ച് ഇറ്റ് ഇസ് ഡിക്ലെയർഡ് ആസ് എ ഫ്രണ്ട്. ഇപ്പോൾ ഫ്രണ്ട് ഫംഗ്ഷൻ എന്താണ് ക്ലിയർ ആക്കാൻ അത് ആ വീഡിയോ കണ്ടതിന് ശേഷം വേണം ഇത് വന്ന് കാണാൻ, ഓക്കെ? അല്ലെങ്കിൽ ആ ഡൗട്ട് അടിച്ച് വീണ്ടും ഇരിക്കും. സോ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കണ്ടിന്യൂവേഷൻ ആയതുകൊണ്ട് അത് മനസ്സിലായിട്ട് മറന്നുപോയാൽ പിന്നെ ഇത് നോക്കിയാൽ ഒന്നും കിട്ടില്ല, ഓക്കെ? While overloading operators, the friend function receives one parameter for unary operators and two parameters for binary operators. അപ്പം ഇത് എന്തുകൊണ്ടാണ് യൂണറി ഓപ്പറേറ്റർ? നേരത്തെ നമ്മൾ മെമ്പർ ഫംഗ്ഷൻ വെച്ചിട്ടാണെങ്കിൽ യൂണറി ഓപ്പറേറ്ററിന് ഒന്നും ഒരു പാരാമീറ്ററും പാസ് ചെയ്യില്ല, ബൈനറി ഓപ്പറേറ്ററിന് ഒന്ന് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഫ്രണ്ട് ഫംഗ്ഷൻ ആയപ്പോൾ എന്താണ്, യൂണറി ഓപ്പറേറ്ററിന് ഒന്ന്, ബൈനറി ഓപ്പറേറ്ററിന് രണ്ട് എന്ന് പറഞ്ഞു. കാരണം എന്താണെന്നുള്ളത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് കാരണം? നമ്മൾ ഫ്രണ്ട് ഫംഗ്ഷൻ ചെയ്യുന്നതിൻ്റെ സിൻടാക്സ് നോക്കി അറിയാം. നമുക്ക് എന്തായാലും ഫ്രണ്ട് ഫംഗ്ഷൻ ചെയ്യുമ്പം ഒരു പാരാമീറ്റർ ആ ഫംഗ്ഷൻ്റെ മറ്റേ വേരിയബിൾസിനെ അല്ലെങ്കിൽ ഡാറ്റ മെമ്പേഴ്സിനൊക്കെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതാണ് ഇവിടെ യൂണറി ഓപ്പറേറ്റർ വരുമ്പം ഒരു പാരാമീറ്റർ എക്സ്ട്രാ ആയിട്ട് വരുന്നത്. അതുപോലെ ബൈനറി ഓപ്പറേറ്റർ വരുമ്പോൾ രണ്ടെണ്ണം വരാൻ കാരണം റിസൾട്ട് സ്റ്റോർ ചെയ്യാനൊന്നും ഫ്രണ്ട് ഫംഗ്ഷന് വേണ്ടിയിട്ടൊന്നും, ഓക്കെ? അത് വീണ്ടും നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പം ക്ലിയർ ആവും നിങ്ങൾക്ക്. When overloading binary operator using friend function, the left-hand operand may be an object or anything. ഇപ്പോൾ എന്താണ്, നേരത്തെ നമ്മൾ മെമ്പർ ഫംഗ്ഷൻ വെച്ചിട്ടാണെങ്കിൽ പറഞ്ഞു എന്താണ്, ഒരു ബൈനറി ഓപ്പറേറ്റർ ഓവർലോഡ് ചെയ്യുന്ന സമയത്ത് മെമ്പർ ഫംഗ്ഷൻ വെച്ചിട്ടാണെങ്കിൽ ഓപ്പറേറ്ററിൻ്റെ ലെഫ്റ്റ് ഹാൻഡിൽ വരുന്നത് ഓപ്പറാൻഡ് എന്തായിരിക്കണം? ഒബ്ജക്റ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലേ? പക്ഷേ ഇവിടെ അങ്ങനത്തെ ഒന്നുമില്ല. വേണമെങ്കിൽ ഒബ്ജക്റ്റ് ആവും, അല്ലെങ്കിൽ വേറെ നമ്പേഴ്സോ എന്ത് വേണമെങ്കിലും ആവും. എക്സാമ്പിൾ കണ്ടോ, കോംപ്ലക്സ് C1 കോംപ്ലക്സ് C3 = 2 + C1. അപ്പം ഓപ്പറേറ്റർ പ്ലസിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താ 2 ഒരു നമ്പറാണുള്ളത്. അപ്പം അതിവിടെ കുഴപ്പം വരുന്നില്ല. ഫ്രണ്ട് ഫംഗ്ഷൻ ആണെങ്കിൽ അങ്ങനത്തെ റൂൾ കുഴപ്പമില്ല. ഇനി സിൻടാക്സ് നിങ്ങൾ എഴുതണം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സിൻടാക്സ് പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് ഫ്രണ്ട് ഫംഗ്ഷൻ ഓവർലോഡ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലേ? ഓപ്പറേറ്റർ ഓവർലോഡിങ് ഫ്രണ്ട് ഫംഗ്ഷൻ വെച്ചിട്ട് സിൻടാക്സ് അറിയാം. സോ അതാണ് ഇവിടെ എഴുതേണ്ടത്, ഞാൻ കൊടുത്തിട്ടില്ല എന്താണെന്നുള്ളത്. സോ നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുള്ള എക്സാമ്പിൾ തന്നെയാണ് ഇവിടെ വീണ്ടും പറയുന്നത്. ഓവർലോഡിങ് യൂണറി ഓപ്പറേറ്റർ. യൂണറി ഓപ്പറേറ്റർ എങ്ങനെയാണ് ഓവർലോഡ് ചെയ്യുക? അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര പാരാമീറ്റർ പാസ് ചെയ്യുക? ഒരൊറ്റ പാരാമീറ്റർ പാസ് ചെയ്യുന്നുണ്ട്, അല്ലേ? കോംപ്ലക്സ് AMPZ എന്ന് പറഞ്ഞിട്ടൊരു പാരാമീറ്റർ പാസ് ചെയ്തിട്ടുണ്ട്. ഇനി മെയിൻ ഫംഗ്ഷൻ നോക്കുന്ന സമയത്ത് കോംപ്ലക്സ് C1 ++ C1 ഇൻവോക്സ് ഓപ്പറേറ്റർ ++ ഫംഗ്ഷൻ ദാറ്റ് ഇസ് ഇക്വാലൻറ്റ് ടു ഓപ്പറേറ്റർ ++ ബ്രാക്കറ്റിൽ C1 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അപ്പം ഇത് പ്രോഗ്രാമിൽ വരുമ്പം മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇതെന്തായാലും ഇത് ഒന്നും കൂടെ നിങ്ങൾ ഇത് നോട്ടിലെടുത്ത് എഴുതണം കേട്ടോ, മറക്കരുതേ. ഓൾറെഡി എഴുതിയതാണെന്ന് വിചാരിക്കേണ്ട, മെയിൻ ഫംഗ്ഷൻ നിങ്ങൾ അതിൽ എഴുതിച്ചില്ല. സോ ഇത് 2-3 പ്രാവശ്യം എങ്ങനെയായാലും ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെ തന്നെ നിങ്ങൾ എഴുതണം ആൻസർ ഷീറ്റിൽ. സോ എന്തെങ്കിലും നമ്മൾ മെയിൻ ഫംഗ്ഷൻ എക്സാമ്പിൾ എഴുതുന്ന സമയത്ത് ഇങ്ങനെ എഴുതി കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു ഔട്ട്ലൈന് പോലെ ഇങ്ങനെ വേണമല്ലോ എഴുതുമ്പോൾ. അല്ലാതെ മറ്റേന്ന് പറയുമ്പോൾ ജസ്റ്റ് ബ്രീഫായിട്ട് 2 മാർക്സ് ക്വസ്റ്റ്യൻസ് ആയിട്ട് എഴുതാൻ പറ്റില്ല. ഇതൊരു 5 മാർക്കിന് നിങ്ങൾക്ക് എഴുതാൻ പറ്റും, ഓക്കെ? ഇനി ബൈനറി ഓപ്പറേറ്ററിൻ്റെ കേസിലാണ് നമ്മൾ എത്ര പാരാമീറ്റർ പാസ് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നത്? 2 പാരാമീറ്റർ പാസ് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അല്ലേ? ഫ്രണ്ട് ഫംഗ്ഷൻ വെച്ചിട്ടാണെങ്കിൽ ഒരു പാരാമീറ്റർ ഫ്രണ്ട് ഫംഗ്ഷന് വേണ്ടിയിട്ടും വേറൊരു പാരാമീറ്റർ നമ്മൾ റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടും, അങ്ങനെ 2 ഉണ്ട്. അതാണ് ഇവിടെ കോംപ്ലക്സ് C4, കോംപ്ലക്സ് C5 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. സോ ഇനി അടുത്ത സെഷൻ മുതലാണ് നമ്മൾ പ്രോഗ്രാമിംഗ്, ഈ ഒരു സെഷൻ്റെ പ്രോഗ്രാം ഉണ്ടാവും. ഒരു 4 പ്രോഗ്രാം നമുക്ക് ചെയ്യണ്ടാവും. അത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പം അത് ക്ലിയർ ആയി. അപ്പം അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കി വെക്കണം. എന്ത് ഫ്രണ്ട് ഫംഗ്ഷനും ആദ്യം പഠിച്ചു വെക്കണം എന്താണെന്നുള്ളത്. അതുപോലെ ഈ ഒരു റൂൾസ് ഞാൻ കൊടുത്തിട്ടില്ലായിരുന്നോ, ആ റൂൾസ് എന്താണെന്നും ഇതുവരെയുള്ള ക്ലാസ് തറോ ആക്കി വെച്ചാലേ ഉള്ളൂ പ്രോഗ്രാം മനസ്സിലാവുള്ളൂ, ഓക്കെ? ഫ്രണ്ട് ഫംഗ്ഷൻ തൊട്ടിട്ട് തറോ ആക്കി വെക്കണം. സോ ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോംപ്ലക്സ് C4 C5 ഇവിടെ എന്താ പാരാമീറ്റേഴ്സ് ആയിട്ട് കൊടുത്തു. ഇനി കോംപ്ലക്സ് C1, C2 എന്ന് പറയുന്നത് എന്താണ്? കോംപ്ലക്സ് C3 = C1 + C2 എന്ന് പറഞ്ഞിട്ടും ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അത് ഇൻവോക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുത്തു. ഇൻവോക്സ് ഓപ്പറേറ്റർ + ഫംഗ്ഷൻ
ദിസ് ഇസ് ഇക്വാലൻ ടു C3 ഈക്വൽ ടു ഓപ്പറേറ്റർ പ്ലസ് C1, C2. ഇങ്ങനെ C3 ഈക്വൽ ടു ഓപ്പറേറ്റർ പ്ലസ് C1, C2 എന്ന് പറയുന്ന ഒരു സിൻറ്റാക്സ് ആണ്. നമുക്ക് ഈ ഒരു സിൻറ്റാക്സിന് പകരം വേണമെങ്കിൽ ഇതും യൂസ് ചെയ്യാം. ഓക്കെ, ഓൾട്ടർനേറ്റീവായിട്ട് യൂസ് ചെയ്യുന്ന സിൻറ്റാക്സുകളാണ്. അപ്പം ക്ലിയർ ആണുള്ളത്. പ്രത്യേകിച്ച് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഒന്നും കൂടെ ഫ്രഷപ്പ് ചെയ്യുന്നുള്ളൂ. ഇത്രയേ ഉള്ളൂ. അപ്പം അടുത്ത ക്ലാസ്സിലാവുമ്പോഴേക്കും നിങ്ങൾ ഇതൊക്കെ ഒന്നും കൂടെ തറവാക്കിയിട്ട് ഫ്രണ്ട് ഫംഗ്ഷൻ എന്താണെന്ന് കറക്റ്റ് പഠിക്കണം. അതുപോലെ ലിമിറ്റേഷൻ റൂൾസ് പഠിക്കണം. അതെല്ലാം ക്ലിയർ ആയിട്ട് നമ്മൾ പ്രോഗ്രാമിംഗ് ആണ്. 4 പ്രോഗ്രാംസ് ഉണ്ട്. ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അപ്പോൾ പ്രോഗ്രാംസ് കറക്റ്റ് അറിയണമെങ്കിൽ ഈ ഒരു ഫ്രണ്ട് ഫംഗ്ഷൻ്റെ ഇപ്പം അടുത്ത ക്ലാസ് കൂടെ തീരും. അടുത്ത ക്ലാസ്സിലും ഒരു ക്ലാസ് കൂടെ 2 ക്ലാസ് കൂടി ആകുമ്പോഴേക്ക് തീരും. കാരണം ചിലപ്പം 2ൽ കൂടുതൽ പ്രോഗ്രാം പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് 4 പ്രോഗ്രാം ഉണ്ടല്ലോ, 2 കൂടുതൽ പ്രോഗ്രാം പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 2 പ്രോഗ്രാമായിട്ട് പറഞ്ഞു തരുന്നത്. അപ്പം ഇതെല്ലാവരും എഴുതാം.